ഈ പൂജാരിയെ കണ്ട അന്ന് പ്ലെയിൻ കയറി പോയതാ എന്റെ സമാധാനം. ഇതിപ്പതാ അടുത്ത വയ്യാവേലി വന്ന് കയറിയിട്ടുണ്ട്. അതിനി എന്താവോ എന്തോ. ഇത് ഞാൻ പണി ഹോൾസെയിൽ മേടിക്കണ പോലെ ആണല്ലോ ഈശ്വര. ആളെ കണ്ടിട്ട് ഒരു പരിഷ്കാരി ലുക്കൊന്നുമില്ല. അല്ല, സാധാരണ അങ്ങനെയാണല്ലോ. ഇതാള് നമ്മളെയൊക്കെ പോലെ തന്നെ, പക്ഷെ കാണാൻ എന്നെക്കാളും ഭംഗിയുണ്ട്. അതാ ഒരു പേടി. ഈശ്വര, എന്റെ പൂജാരിനെ കാത്തോളണേ. ആന്റിക്ക് അങ്കിളിനെല്ലാം അറിയുന്നോണ്ട് പിന്നെ അവളെ പിടിച്ച് പെണ്ണാലോചിക്കുന്ന പേടിക്കണ്ട. പക്ഷെ അച്ഛൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക് ഒന്ന് പേടിക്കണം. ഓരോന്ന് ആലോചിച്ച് ഞാൻ വിരളി പിടിച്ച് നടന്നു. പൂജാരി പോവാൻ നേരം ഞാൻ സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു. എന്നെ നോക്കിയെങ്കിലും ഞാൻ മൈൻഡാക്കാൻ പോയില്ല. അയലത്തെ കുട്ടി പോലും ളേച്ചൻ. ഞാൻ മുഖം ബലൂണ് പോലെ വീർപ്പിച്ച് വെച്ച്. അങ്ങേരത് കണ്ട് ചിരിച്ചുകൊണ്ടങ്ങ് പോയി. അന്ന് പിന്നെ ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയതേ ഇല്ല. ആ കുട്ടി പിശാചാണെങ്കിൽ ആൻറ്റിയുടെ വാല് പോലെ എപ്പോഴും കൂടെയുണ്ട്. 1-2 തവണ ആൻറ്റിയുടെ കൂടെ പുറത്തൂടെ നടക്കുന്ന ഞാൻ കണ്ടു. എനിക്കാണെങ്കിൽ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ ഇതൊക്കെ കാണുമ്പോൾ. വൈകുന്നേരം ഒന്ന് പൂജാരി നേരത്തെ വന്ന് കണ്ടപ്പോഴേ എനിക്കൊരു കുനിഷ്ടിൻ്റെ മണ്ണടിച്ച്. തെറ്റിയില്ല. കുറച്ച് കഴിഞ്ഞാൽ എന്തേ എല്ലാം കൂടി ഒരുങ്ങിക്കെട്ടി പോകുന്നു. പല ഔട്ടിങ്ങിനും പോവാവും. മര്യാദക്ക് പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ ഓരോന്ന് എഴുന്നള്ളിക്കൊള്ളും. മനുഷ്യന്മാരെ വഴി തെറ്റിക്കാനായി. ഇന്നിനി രാത്രി വിളിക്കൂല. എനിക്ക് ഓരോന്ന് ആലോചിക്കുമ്പോൾ തന്നെ കലിയേറുന്നു. കുട്ടൂസ് വന്നപ്പോൾ അതൊക്കെ അവൻ്റെ മേളിൽ തീർത്തു. വിളിക്കില്ലെന്നറിഞ്ഞിട്ടും ഞാൻ കുറേ നേരം ഫോണും പിടിച്ചുകൊണ്ടിരുന്നു. നട്ടപ്പാതിരായിട്ടും വിളിയൊന്നും കാണാഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. രാവിലെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ജനലിൽ കൂടി ഒളിഞ്ഞു നോക്കി. നേരെ പോയി നോക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. ആ കുട്ടി പിശാചിൻ്റെ അവിടെ യാത്രയൊക്കെ നിൽക്കുന്നു. ശവം. ഇവളാര്? ഇങ്ങനെ കിട്ടിയോളൂ. അങ്ങേരെ എന്നെ കേൾപ്പിക്കാൻ 2-3 ഹോണൊക്കെ അടിച്ചെങ്കിലും ഞാൻ അനങ്ങിയില്ല. ഹോണടി എന്നെ മുറ്റത്ത് കണ്ടില്ലെങ്കിൽ പതിവാണ്, അതെനിക്കറിയാം. പക്ഷേ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. അവസാനം പുള്ളി സീറ്റ് ഔട്ടിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങ് പോയി. പതിവിലായിരുന്നു പുള്ളി ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അമ്മയും കുട്ടൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. വൈകുന്നേരം ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ ജനലിൽ സ്ഥാനം പിടിച്ചു. ആശാനി ഇന്നും പതിവ് തെറ്റിച്ചില്ല. പുള്ളിക്കാരൻ്റെ കണ്ണ് ഇപ്പോഴും സീറ്റ് ഔട്ടിൽ തന്നെയാണ്. അതെനിക്ക് കുറച്ച് സുഖിച്ചു. ഇന്ന് രാത്രി വിളിക്കുന്നറിയുന്നതുകൊണ്ട് ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ച് റൂമിൽ പോയിരുന്നു. അവിടെ ആ ശവം ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ കാളരാഗം ഇവിടെ കേൾക്കാം. അങ്ങേരുന്ന് നേരത്തെ വിളിക്കുന്ന വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല. പക്ഷെ ഞാൻ കാത്തിരുന്നു. ഫോൺ വന്നപ്പോൾ ഒറ്റ റിങ്ങിന് എടുക്കാമായിരുന്നെങ്കിലും ഞാൻ കുറേ കഴിഞ്ഞാണ് ഫോൺ എടുത്ത്. നീ ചത്തില്ലേ? ആ ബെസ്റ്റ്. നമ്മളെ പിടിച്ച് ആശ്വസിപ്പിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ചോദ്യം. ഇത് മനുഷ്യൻ്റെ കുഞ്ഞ് തന്നെയല്ലേ? ഇങ്ങേരുടെ വികാരപ്പെട്ടിക്ക് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട്. ഓ, പുതിയ ആൾ വന്ന് കയറിയതുകൊണ്ട് ഇനിയിപ്പം നമ്മളെയൊന്നും വേണ്ടാലോ അല്ലേ? ചത്താരെന്തില്ലെങ്കിലെന്ത്? ഞാൻ കൊള്ളിച്ച് പറഞ്ഞു. ആ വേണ്ട, നിന്നെപ്പോലൊരു കുശുമ്പേ കിട്ടുന്നതിലും ഭേദം സന്യസിക്കാൻ പോകുന്നതാ. ഉരുളക്ക് ഉപ്പേരി പോലെ അവിടുന്ന് മറുപടി വന്നു. അങ്ങ് ചെല്ല്. നിങ്ങളെപ്പോലെ ഒരു കാട്ടുകോഴി ഇനി സന്യസിക്കാതിൻ്റെ കുറവും കൂടിയുള്ളൂ. കോഴി നിന്റെ തന്ത. എൻ്റെ തന്തേനെ പറഞ്ഞാലുണ്ടല്ലോ. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് തള്ളുകൂടി. പിന്നെ നടപടിയാവുന്ന കേസിലെന്ന് തോന്നിയപ്പോൾ ഞാൻ കോൾ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് മൂടി പതിച്ച് കിടന്നുറങ്ങി. പക്ഷേ രാവിലെ തന്നെ ഞാൻ തിരിച്ച് ഡ്യൂട്ടി കയറി. ഒളിഞ്ഞു നോട്ടം. ഞാൻ ഇവിടെയാണെങ്കിലും കണ്ണ് ഹൃദയവും പൂജാരിയുടെ വീട്ടിലാണ്. മൊത്തമായിട്ട് അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ അതിനെൻ്റെ അഹങ്കാരം സമ്മതിക്കുന്നില്ല. ഇന്നാണെങ്കിൽ പൂജാരി പോകുന്നതും കണ്ടില്ല. ഇന്ന് ലീവാണെന്ന് തോന്നുന്നു. ഉച്ചവരേക്ക് മുറ്റത്തൂടെ കുറേ റൗണ്ട് അടിച്ച് നടന്നു. പക്ഷെ ആൻറ്റിയല്ലാതെ ആരും പുറത്തില്ല. 2-3 തവണ ആൻറ്റിയെ കണ്ടു. ഇന്നലെ കൂടെ ആ കുട്ടി പിശാച് ഉണ്ടായിരുന്നു. ഇന്ന് അവൾ കൂടെയില്ല. അപ്പോൾ പൂജാരിയുടെ കൂടെ ഉണ്ടാവും. അതും കൂടെ ഓർക്കുമ്പോൾ എനിക്ക് തല പെരുക്കുക. കുറച്ച് നാണം കിട്ടാനും വേണ്ടില്ല. അവസാനം അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലാൻ തന്നെ തീരുമാനിച്ചു. അമ്മ കുളിക്കാൻ കയറിയ സമയം നോക്കി ഞാൻ ചാടി. മുറ്റത്തെത്തിയപ്പോഴേ ടി വിയുടെ ശബ്ദം കേട്ടു. കയറി നോക്കിയപ്പോൾ ആശാനും കുപ്പിയും കൂടി ഇരുന്ന് ടി വി കാണുക. ആൻറ്റി അവിടെ ഒന്നും കണ്ടില്ല. 2 പേരും എന്നെ കണ്ട ഭാവമില്ല. ഞാൻ സ്ഥലത്തുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഓരോരോ ശബ്ദമൊക്കെ ഉണ്ടാക്കി നോക്കി. അങ്ങേര് തിരിഞ്ഞു നോക്കുന്നില്ല. ഇയാളുടെ ചെവിയുടെ സിസ്റ്റം അടിച്ചു പോയ ദൈവമേ. കുപ്പി എന്നെയും തിരിഞ്ഞു നോക്കി. എന്നിട്ട് ആശാനെയും നോക്കി. പാച്ച, ദേ അയലത്തെ കുട്ടി വന്ന് നിൽക്കുന്നു. കുപ്പിയാണ്. അയലത്തെ കുട്ടിയല്ലടി യക്ഷി. എന്നെ നീ യക്ഷിയാക്കി മാറ്റരുത് കുട്ടി പിശാചേ. ഇതിൻ്റെ അന്ത്യം മിക്കവാറും എൻ്റെ കൈ കൊണ്ടായിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പൂജാരിയെ നോക്കി. കുപ്പിയുടെ ഡയലോഗ് കേട്ട് അങ്ങേര് തലതിരിച്ച് എന്നെയും നോക്കി. പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ തിരിഞ്ഞെന്ന് ടി വി കാണാൻ തുടങ്ങി. അങ്ങോട്ട് നോക്കിയിരിക്കുക. അതിനകത്ത് ഇയാളുടെ ഭാര്യ പെറ്റിയെടുക്കുന്നുണ്ടോ? കുറേ നേരം അങ്ങനെ നിന്നിട്ട് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ ഒരുങ്ങി. തിരിഞ്ഞിറക്കുമ്പോൾ തോന്നി അങ്ങനെ ഞാൻ കളഞ്ഞു പോകാൻ പറ്റും. ഇല്ല, എന്നെ കൊണ്ട് അതിന് ഈ ജന്മം സാധിക്കില്ല. അപ്പോൾ പിന്നെ ഈ വഴക്കിനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ തിരിഞ്ഞെന്ന് ഒന്നുകൂടെ പുള്ളിക്കാരനെ നോക്കി. എവിടെ? ആ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റമൊന്നുമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. സോഫയിൽ കിടന്ന് തലയിനെടുത്ത് ഒന്നങ്ങ് കൊടുത്തു. ഒരു തല്ല് പ്രതീക്ഷയെങ്കിലും നടന്നില്ല. പകരം അങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ധൈര്യം വന്നു.
പിന്നെ തലയിണ വെച്ച അടിയോടടി. ആശാൻ ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടി തടയുന്നുണ്ട്. അടിക്കില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിരി കാരണം മുഴുവനാക്കാൻ പറ്റുന്നില്ല. അവസാനം ഇരുന്നോടത്തുനിന്ന് എണീറ്റ് വന്ന് എന്നെ വട്ടം ചുറ്റി പിടിച്ച് എൻ്റെ 2 കൈയും പിടിച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ അടി കൂടുന്ന കണ്ടിട്ട് കുപ്പിയുടെ അടപ്പ് തെറിച്ച് അടുത്ത കണ്ടെത്തി പോയി വീണ്. കഴിഞ്ഞോ നിന്റെ വാശി? നിനക്ക് എന്തൊരു കുശുമ്പാടി വേണ്ടേ? അതിന് അയലത്തെ വീട്ടിൽ കുട്ടീന്ന് പറഞ്ഞോണ്ടല്ലേ? അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ? എന്നാ ചുമ്മാ പറഞ്ഞ മാറ്റി പറഞ്ഞേ. എന്ത്? ഞാൻ ആശാനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. അപ്പം മെല്ലെ എൻ്റെ കയ്യിലെ പിടുത്തം വിട്ട് എൻ്റെ തോളിൽ കൂടെ കൈയിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് കുപ്പിയുടെ നേരെ തിന്നു. എന്നിട്ട് കുപ്പിയെ നോക്കി പറഞ്ഞു, പപ്പി ഇത് വൈശാലി, ആളിൻ്റെ ഭാവി ഭാര്യയാണ് കേട്ടോ. പറഞ്ഞു തന്നെ കളിയാക്കിക്കൊണ്ടാണെങ്കിലും ഇത്രയും നേരം ഒന്ന് താഴ്ന്നു പോയത് തിരിച്ച് സ്കോർ ചെയ്യാൻ എനിക്ക് ഇത് തന്നെ ധാരാളം. കുപ്പിയുടെ തെറിച്ചു പോയ അടപ്പ് തിരിച്ചു വരാത്തതുകൊണ്ട് പുള്ളിക്കാരി വാ തുറന്നിരിപ്പാണ്. അമ്മ കാണാതെ പോകുന്നതുകൊണ്ട് വേഗം തിരിച്ചു പോകണം. അപ്പോഴാണ് ഓർത്ത് ആൻറ്റിയെ വിടങ്ങും കണ്ടില്ലല്ലോ. ആൻറ്റി ഇവിടെയല്ലേ? ഓഹ് അമ്മ കുളിക്കുക. ഓ അപ്പം അതാണ് ഇങ്ങോട്ട് കാണാത്തത്. അല്ലെങ്കിൽ സൗണ്ട് കേട്ട് ഇറങ്ങി വരേണ്ടതാണ്. ഞാൻ പോവാനിറങ്ങി. ഞാൻ കുപ്പിയെ നോക്കിയപ്പോൾ പുള്ളിക്കാരിയുടെ പോയ റിലേ തിരിച്ചു വന്നിട്ടില്ല. ആള് സോഫയിൽ ഒരുവിധം പറ്റിച്ചേർന്നാണ് ഇരിപ്പ്. കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ബാക്കി റിലേ കൂടി കളയണ്ടെന്ന് വെച്ച് ഞാൻ പിന്നെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും പോയില്ല. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പൂജാരി ബാക്കിൽ കൂടി 2 തോളും കൈവച്ചെൻ്റെ പുറകെ നടന്നു. സിറ്റ് ഔട്ടിലെത്തിയപ്പോൾ പൂജാരി മെല്ലെ തിരിച്ചു നിർത്തി എന്നെ നെഞ്ചോട് ചേർത്തു. എന്തോ പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഷർട്ട് നനഞ്ഞപ്പോൾ പൂജാരി എന്നെ മെല്ലെ അടർത്തി മാറ്റി എൻ്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കി നിന്നു. പിന്നെ ആത്മാർത്ഥമായിട്ട് സോറി പറഞ്ഞു. അത് മതിയായിരുന്നു ഉള്ളിൽ ഉറച്ചു കിടന്ന സങ്കടത്തിൻ്റെ മഞ്ഞുകട്ട അലിഞ്ഞില്ലാതെയാവാൻ. തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. എത്ര പെട്ടെന്നാ എന്നിലോരോ മാറ്റങ്ങൾ വന്നത്. ഈ 2 ദിവസം ഞാൻ അനുഭവിച്ച വേദന പൂജാരിയെ നഷ്ടപ്പെടുമെന്ന ചിന്ത പോലും എന്നെ ആകെ ഒലിച്ചു കളയുന്നു. പൂജാരി മറ്റാർക്കും സ്വന്തമാവുന്നത് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷെ അച്ഛനെ ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ തല പുകയുന്നുണ്ട്. രാത്രി പൂജാരി വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ കുറേ സമാധാനിപ്പിച്ച് ഒക്കെ റെഡിയാവുമെന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. കൂടെ അച്ഛനോട് സംസാരിച്ചൊക്കെ സെറ്റാക്കാമെന്നും പറഞ്ഞു. പപ്പിയെക്കുറിച്ചായി പിന്നെ സംസാരം. പുള്ളിക്കാരിക്ക് എൻ്റെ അതേ പ്രായമാണ്. ബാംഗ്ലൂരാണ് അഡ്മിഷൻ എടുത്ത്. ആള് കുറച്ച് പഠിപ്പിയാണ്. അവർക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല. സെപ്റ്റംബർ ആവും ക്ലാസ് തുടങ്ങാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കുറച്ച് ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും കക്ഷി. ഇപ്പം ഞാനും പപ്പിയായി നല്ല കൂട്ടായി. ആള് പൊളിയാണ്. ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവമാണ് പുള്ളിക്കാരിക്ക്. എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആളൊരു പാവ. കൂടെ ഒരു ലോഡ് പൊട്ടത്തരും. 1.5 ആഴ്ച പുള്ളിക്കാരി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോയി. ആള് പോയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം കുട്ടൂസിനായിരുന്നു. അവനായിട്ട് നല്ല കൂട്ടായിരുന്നു പപ്പി. ഇതിനിടയ്ക്ക് സ്നേഹം വന്നിരുന്നു. ആള് വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. കോളേജിൽ പോയതായിരുന്നു. പക്ഷേ ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു. എനിക്ക് പാവം തോന്നി അതിനോട്. പുള്ളിക്കാരി ഇപ്പോൾ വിമൻസ് ഹോസ്റ്റലിലാണ്. പുള്ളിക്കാരിയുടെ കല്യാണമുണ്ട്. ഇപ്പോഴല്ല, അച്ഛൻ്റെ ശ്രാദ്ധം കഴിഞ്ഞിട്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് വരൻ. അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പഴയ പോലെയായി. ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ പപ്പി ഓർമ്മ വരും. ആള് വിളിക്കാറുണ്ട് ഇടയ്ക്ക്. നിർത്താതെയുള്ള ഡോർബെൽ കേട്ടാണ് ഉറങ്ങിയായിരുന്നു ഞാൻ ഉണർന്നത്. അമ്മയായിരിക്കും. അമ്മയുടെ ഇല്ലായിരുന്നു. ഒരു എൻഗേജ്മെൻറ്റിന് പോയതാണ് പുള്ളിക്കാരി. ഉച്ചയുറക്കം പതിവില്ല. പക്ഷേ ഇന്ന് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഓരോന്ന് ഓർത്ത് കിടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയതാ. ഉറക്കച്ചെറവോടെ ഞാൻ എണീറ്റിയെന്ന് വാതിൽ തുറന്നു എന്നെ ആരോ എടുത്ത് തോളിലിട്ട്. പെട്ടെന്ന് പരിഭ്രമിച്ചു പോയെങ്കിലും പോലീസ് യൂണിഫോം കണ്ടപ്പോൾ മനസ്സിലായി അത് പൂജാരിയാണെന്ന്. ഇങ്ങനത്തെ എന്നെ എടുത്തുകൊണ്ട് എവിടെ പോവാ? അതാലോചിച്ചപ്പോൾ ഉറക്കച്ചവിടെ കടത്ത് കണ്ടം വഴി ഇറങ്ങി ഓടി. നിങ്ങളിത് എങ്ങോട്ട് എന്നെ പൊക്കി പിടിച്ചോണ്ട് പോന്ന്? ഉറങ്ങിക്കിടന്ന എൻ്റെ നാവിനെ ഞാൻ വിളിച്ചുണർത്തി. കല്യാണം കഴിക്കാൻ. ഉടനെ തന്നെ വന്ന് മറുപടി. ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പോഴോ? ആ, ഇങ്ങനെ ആരുടെ തലക്കടിച്ചു എന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് വട്ടായ മനുഷ്യ? വട്ട് നിന്റെ തന്തക്കാ. രാവിലെ വരെ കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനാ. ഇത് എന്തു പറ്റി ദൈവേ? നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നു? പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ. തമാശ കളിക്കല്ലേ? താഴെ നിർത്ത്, ആരും കാണും. ഇനി ആരെങ്കിലും കണ്ടാലും കുഴപ്പമില്ല. ഞാൻ നിന്നെ കെട്ടാൻ പോവല്ലേ. 4 ദോശ തിന്നുന്ന പോലെയല്ലേ ഇത്? ഇതൊക്കെ സമാധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോ? അതിനൊക്കെ നിന്റെ തന്തപ്പിടി സമ്മതിക്കണ്ടേ? അച്ഛൻ സമ്മതിച്ചില്ലേ? ഇല്ല. അച്ഛന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞോ? ആ, അങ്ങേർക്കും അങ്ങേട്ട് കുറെ അലവലാതി കുടുംബക്കാർക്കും താല്പര്യമില്ലാന്ന്. ഇനി ഈ കാര്യം പറഞ്ഞ് വരെയൊന്നും തീർത്ത് പറഞ്ഞു. ദൈവമേ. ആ, പുള്ളിയുടെ കയ്യിൽ നിന്ന് കാര്യം പോയി. ഇനി ഇതേ ഉള്ളൂ വഴി. അതിന് നിങ്ങൾ തന്നെ ആദ്യം ഭൂമിയിൽ നിർത്ത്. രജിസ്ട്രാർ ഓഫീസ് ഭൂമിയിലാ, അവിടെ നിർത്താം. കളിക്കാൻ താഴെ നിർത്ത് മനുഷ്യ. താഴെ നിർത്തിയെങ്കിലും വാണം വിട്ട പോലെ ഒരു പോക്കായിരുന്നു എന്നെ വലിച്ചുകൊണ്ട്. നിക്ക്, അതിന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണ്ടേ? ആ, പോയി എടുത്തോണ്ട് വാ. എന്നിട്ടോ?
നമുക്ക് പോയി അപേക്ഷ കൊടുക്കാം. എന്നിട്ട് ഉണ്ടം പോയി എടുത്തോണ്ട് പോടി. എന്താന്ന് വെച്ചാ എന്റെ മനുഷ്യ എന്നെ കാണാൻ ഞാൻ ഇവിടെ സീനാവൂലേ? ആവട്ടെ, തമാശ കളിക്കണേ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. ഇല്ല പെണ്ണേ. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോവും? എന്റെ വീട്ടിലേക്ക്. കേറ്റുവോ? ഇല്ലെങ്കിൽ നമുക്ക് ലോക്കപ്പിൽ കിടക്കാടേ. ഇപ്പോഴാണെങ്കിൽ അത് ഒഴിഞ്ഞു കിടക്കുക. ആദ്യ രാത്രി ഹണിമൂണൊക്കെ നമുക്ക് അതിനകത്താക്കാം. നല്ല രസമായിരിക്കും. ഒരുപക്ഷെ ലോക്കപ്പിൽ മധുവിധം ആഘോഷിക്കുന്ന ആദ്യത്തെ കപ്പിൾസ് നമ്മളായിരിക്കും. നിങ്ങൾ പോലീസുകാരൻ തന്നെയല്ലേ? അതെന്താടി, പോലീസുകാർ മനുഷ്യന്മാരല്ലേ? അവർക്ക് വികാരങ്ങളൊന്നുമില്ലേ? ഉണ്ടംപൊരി വീട്ടിൽ പോയി. ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നീ ഇപ്പം അങ്ങനെ പലഹാരം ഉണ്ടാക്കണ്ട. അതിന് ഇപ്പം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കൂല. അതെന്താ? അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ എന്തോ ചെയ്യാനാ? ബെസ്റ്റ്. നിന്നെ കിട്ടിയാൽ ഞാൻ പട്ടിണിയാവുന്ന ചുരുക്കം അല്ലേ? ഞാനൊന്ന് ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. പോട്ടെ, നീ ഇതിനൊരു സൊല്യൂഷൻ പറ. നിന്ന് മൂളാവലം വാ തുറന്ന് പറയടി. എൻ്റെ അമ്മയ്ക്കൊരു ബ്രദറുണ്ട്. ആളെ അച്ഛന് ഭയങ്കര ബഹുമാനവും സ്നേഹമൊക്കെയാ. ആ വഴിക്ക് നീങ്ങാം. വല്ലതും നടക്കുവോ? മാമന് നിങ്ങൾ ഇഷ്ടമായ ഒക്കെ സെറ്റാ. ഇല്ലെങ്കിൽ വന്ന് വിളിച്ചാൽ മതി. ഞാൻ ഇറങ്ങി വന്നേക്കാം. ഉറപ്പാണല്ലോ? അപ്പോൾ ഒരു ആവേശത്തിന് കയറി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളു കിടന്ന് പുകയാണ്. മാമനും കൂടെ കൈവിട്ട ആ കൈ അങ്ങേര് തല്ലി ഒടിക്കും. അങ്ങേരുടെ കൂടെ ഇറങ്ങിച്ചെന്ന കുടുംബക്കാർ തല്ലിക്കൊല്ലും. ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ അങ്ങേര് തല്ലിക്കൊല്ലും. എങ്ങനെ നോക്കിയാലും തല്ല ഉറപ്പാ. അമ്മമ്മക്കും അച്ഛമ്മക്കും മാമൻ കഴിഞ്ഞ് പിന്നെ 4 പെൺമക്കളാണ്. അതിൽ ഏറ്റവും ഇളയതാണ് അമ്മ. ഇപ്പം അവിടുത്തെ പേരമക്കൾ ഏറ്റവും ചെറിയ മക്കളാണ് ഞാനും കുട്ടൂസും. ബാക്കിയൊക്കെ വലിയ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ കാര്യമാണ് അവിടെ എല്ലാവർക്കും. പൊതുവെ പേരമക്കളിൽ പെൺകുട്ടികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉള്ള പെൺകുട്ടികളെ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടു നടക്കുക എല്ലാവരും. മാമന് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മാമന് 3 ആൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ എന്നെയും ചിന്നു ചേച്ചിയും മാമന് ഭയങ്കര ഇഷ്ടമാണ്. ചിന്നു ചേച്ചി തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. അമ്മയുടെ മൂത്ത ചേച്ചിയുടെ ആദ്യ കുട്ടി. ഇപ്പം ചിന്നു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരി ലണ്ടനിലാണ്. അതുകൊണ്ട് ഇപ്പോൾ തറവാട്ടിൽ ആകെയുള്ള ഒരു പെൺതരിയാണ് ഈ ഞാൻ. ആ ഒരു ബലം വെച്ചാണ് പൂജാരിയോട് അങ്ങനെ പറഞ്ഞ്. മാമനോട് നേരിട്ട് കാര്യം പറയാന്ന് വെച്ചാൽ നാണക്കേടാണ്. കാരണം അവരുടെ ഇടയിലൊന്നും എനിക്കങ്ങനെ ഒരു ഇമേജ് ഇല്ല. പ്രേമിക്കാനെന്നുള്ള ബുദ്ധി എനിക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് അവരെല്ലാം. ഇനി മാമൻ്റെ മക്കൾ വഴി മാമനെ അറിയിക്കാം. മാമൻ്റെ 3 മക്കൾക്ക് 3 തരം സ്വഭാവമാണ്. ഒരാൾ ഭയങ്കര പാവാണ്, ഒരാൾ അതിലും പാവ, ഒരു പാൽ കുപ്പി. ഇനി 3ാമത്തെ ഒരു ഐറ്റം ഉണ്ട്, ആ മിട്ടുപൊട്ടും പോലെ ഒരെണ്ണം. അവനോട് ഈ കാര്യങ്ങാനും പറഞ്ഞാൽ റേഡിയോ മാംഗോയിൽ പറയുന്ന പോലെയാണ്. എന്നാലും കുഴപ്പമില്ല, അവൻ വിചാരിച്ച കാര്യം നടക്കും. അവനും കിച്ചുവേട്ടന് നല്ല ടച്ചാണ്. അതായത് മാമൻ്റെ മൂത്ത പുത്രൻ. പുള്ളിക്കാരനൊരു കാര്യമായിട്ടാൽ അത് നടന്ന പോലെയാണ്. പക്ഷെ ഏറ്റ് കിട്ടാനാ പാട്. ആള് ചെറുപ്പം തൊട്ടേ നല്ല പക്വതയാർന്ന പെരുമാറ്റമാണ് എല്ലാവരോടും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ കാര്യമാണ് പുള്ളിക്കാരന്, പ്രത്യേകിച്ച് മാമന്. കിച്ചുവേട്ട മുഖേന മാമനെ അറിയിക്കാം. അതിന് ആദ്യം അച്ചുവിനെ കുപ്പിയിലാക്കണം. ഇപ്പോഴാണെങ്കിൽ അമ്മയുടെ അല്ല, ഒക്കെ സ്വസ്ഥമായിട്ട് അവനോട് പറയാം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവനെ വിളിച്ചിട്ട് തന്നെ കാര്യം. അവനെ വിളിച്ച് ചുമ്മാ കുറെ കത്തി വെച്ചതിന് ശേഷം ഞാൻ കാര്യം പറഞ്ഞു. ആള് കാര്യം കേട്ടിട്ട് ചിരിയോട് ചിരി. കാര്യം പറഞ്ഞ് മുഴുവനാക്കാൻ പോലും സമ്മതിക്കുന്നില്ല തെണ്ടി. അവനെ എടുത്ത് കിണറ്റിലിടാൻ തോന്നിയെങ്കിലും ആവശ്യം എൻ്റെ ആയതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നു. എടീ മോളെ, നീ വല്ല സ്വപ്നം കണ്ടാവും. അല്ല ചേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന. അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തന്നെ കുറെ ടൈം എടുത്തു. അവസാനം ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചു കീച്ചുവേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന്. മോളെ ശാലി, ഇത് വേണോ? അതെന്താ ചേട്ടാ അങ്ങനെ ഒരു ടോക്ക്? അല്ലെങ്കിൽ തന്നെ വീട്ടുകാർ നിനക്ക് തള്ളിനൊരു കുറവും വരുത്തുന്നില്ല. അത് പോരായിട്ടാണോ നീ കണ്ട പോലീസുകാരുടെ അടിമേടിക്കാൻ പോകുന്നത്? അത് ഞാനങ്ങ് സഹിച്ചു. സ്നേഹം കൊണ്ടാ ഞാൻ ഈ പറയുന്നത്. കുഴപ്പമില്ല. വേണ്ടെങ്കിൽ വേണ്ട. നിദ്രാദേവി പിണങ്ങിപ്പോയിട്ട് കുറച്ചായി. അതുകൊണ്ട് രാത്രിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പതിവ് പോലെ എണീറ്റ് കോളേജിൽ പോയി. ഉച്ചയാകുമ്പോൾ കിച്ചുവേട്ടൻ്റെ മിസ് കോൾ കണ്ടു. എൻ്റെ നെഞ്ച് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. ഫോൺ സൈലൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് കേൾക്കാത്തത്. അപ്പോൾ അച്ചു എന്തോ പറഞ്ഞിട്ടുണ്ട് കിച്ചുവേട്ടനോട്. അതുകൊണ്ട് ആദ്യം അവനെ വിളിച്ചു. സീനൊന്നുമില്ലാന്ന് കേട്ടപ്പോൾ സമാധാനത്തോടെ കിച്ചുവേട്ടനെ വിളിച്ചു. വിശേഷമൊക്കെ ചോദിച്ചതിന് ശേഷം കിച്ചുവേട്ടൻ കാര്യത്തിലേക്ക് കടന്നു. പൂജാരിയെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു. മൂപ്പർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അവസാനം ഞാൻ അങ്ങയുടെ സെൻറ്റിമെൻസിൽ കയറി പിടിച്ചു. ഞാൻ ആകെയുള്ളൊരു പെങ്ങളല്ലേ എന്നങ്ങ് വെച്ച് കാച്ചി. അപ്പോൾ പുള്ളിയൊന്ന് അയഞ്ഞു. പൂജാരിയെ തന്നെ കെട്ടുമെന്ന് ഞാൻ കട്ടായം പറഞ്ഞപ്പോൾ ആശ മാമനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഞാൻ കോളേജ് വിട്ട് കയറി വരുമ്പോൾ തന്നെ അമ്മ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന കേട്ടു. ശ്രദ്ധിച്ച് നിന്നപ്പോൾ മനസ്സിലായി വിഷയം പൂജാരിയാണ്. അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അമ്മക്ക് ആ കാര്യത്തിൽ വലിയ എതിർപ്പൊന്നും ഇല്ലയെന്ന്. ഞാൻ വന്ന അമ്മ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ മേലെ സീനിന്ന് വലിഞ്ഞു. ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും സംസാരം കഴിഞ്ഞിട്ടുണ്ട്. മേലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വിളിച്ചത് മാമിയാണെന്ന് മനസ്സിലായി. അപ്പോൾ സംഭവം മാമൻ അറിഞ്ഞിട്ടുണ്ട്. ഓരോന്ന് ഓർക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരോടൊക്കെ എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നിപ്പോയി.
എന്തോരം കഷ്ടപ്പെടണം ഒരു കല്യാണം കഴിക്കണമെങ്കിൽ. രാത്രി പൂജാരി വിളിച്ചപ്പോൾ പറഞ്ഞു കിച്ചുവേട്ടനും മാമനും കൂടെ പൂജാരിയെ കാണാൻ ചെന്നിരുന്നു എന്ന്. ഒക്കെ സെറ്റാക്കാൻ എന്ന് പറഞ്ഞാണ് പോലും പുള്ളി പോയത്. അപ്പോൾ കുറച്ച് ആശ്വാസമായി. ആ റിലാക്സേഷനിൽ ഞാൻ മൂടിപ്പതിച്ച് കിടന്നുറങ്ങി. അല്ല പിന്നെ രാവിലെ ഞാൻ കോളേജിൽ പോകാൻ ഒരിക്കലും താഴേക്ക് ചെന്നപ്പോൾ അച്ഛൻ സീറ്റ് ഔട്ടിൽ നിന്ന് പത്രം വായിക്കുന്നുണ്ട്. സാധാരണ അച്ഛൻ ഈ സമയം ഓഫീസ് പോകാൻ റെഡി ആയിട്ടുണ്ടാവും. ഇന്നെന്താ ബാങ്ക് ലീവാണോ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അച്ഛനോട് വലിയ അടുപ്പം കാണിക്കാറില്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. പിന്നെ ഒക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ സങ്കടമൊക്കെ കണ്ടം വഴി ഇറങ്ങി ഓടും. ഞാൻ ക്ലാസ്സിൽ പോകാൻ ഇറങ്ങുമ്പോഴും അച്ഛൻ അവിടെ തന്നെയുണ്ട്. വൈകുന്നേരം മുറ്റത്തെ കാർ കണ്ടപ്പോൾ തന്നെ മാമൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലായി. കയറി നോക്കിയപ്പോൾ മാമ മാത്രമല്ല, മാമിയും ഏട്ടന്മാരൊക്കെ ഉണ്ട്. അവരിറങ്ങാൻ നിൽക്കുമായിരുന്നു. എല്ലാവരും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഒന്നും തലയിൽ കയറുന്നില്ല. കാരണം എല്ലാവരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെയും പൂജാരിയുടെയും കാര്യത്തിൽ എന്തോ തീരുമാനമായിട്ടുണ്ട്. ആരുടെയും മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല. ഞാൻ മേലെ അച്ചുവിൻ്റെ മുഖത്ത് നോക്കി എന്തായിന്ന് പുരികം പൊക്കി കാണിച്ചു. അതിന് മറുപടി പോലെ കിച്ചുവേട്ടൻ എൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് നടന്നു. ഞാൻ ഊഹിച്ചതിനെയാണ് അങ്ങേർക്ക് പറയാനുണ്ടായിരുന്നത്. അച്ഛന് സമ്മതമല്ല. അതുകൊണ്ട് പൂജാരി അങ്ങ് മറന്നേക്കാൻ. കരച്ചിൽ പിടിച്ചെടുത്താൻ ശ്രമിച്ചെങ്കിലും ഞാനതിൽ പരാജയപ്പെട്ടു. അനുസരണയില്ലാത്ത കുട്ടിയെപ്പോലെ എൻ്റെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ മേലെ അകത്തേക്ക് വലിഞ്ഞു. റൂമിൽ കയറിയിരുന്ന് കുറേ കരഞ്ഞ് കണ്ണൊക്കെ വേദനിക്കാൻ തുടങ്ങിയപ്പോൾ പോയി കുളിച്ചു. തണുത്ത വെള്ളം കണ്ണുകളെ തഴുകി തലോടിപ്പോയപ്പോൾ ഒരാശ്വാസം തോന്നി. ഭക്ഷണം കഴിക്കാൻ കുട്ടൂസും അമ്മയൊക്കെ മാറി മാറി വന്ന് വിളിച്ചിട്ട് ഞാൻ പോയില്ല. എപ്പോഴോ ഉറക്കം വന്ന് എന്നെ പുൽകി. രാവിലെ എണീറ്റപ്പോഴും ഒന്നിനൊരു ഉഷാറ് തോന്നില്ല. പക്ഷെ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, കോളേജിൽ പോകണം. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പൂജാരിയുടെ മിസ്ഡ് കോളുണ്ട്. തിരിച്ചു വിളിക്കാൻ ധൈര്യമില്ല. എന്തു പറയും ഞാൻ? ഒരാവേശത്തിന് കയറി ഇറങ്ങി വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനൊന്നും എന്നെ കൊണ്ട് ഈ ജന്മം സാധിക്കില്ല. ഞാൻ റെഡിയായി താഴെ ചെന്നപ്പോൾ അവിടെങ്ങ് ആരുമില്ല. എല്ലാം കൂടെ പെട്ടിയും കിടക്കെ എടുത്തുകൊണ്ട് പോയോ? കുട്ടൂസ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദോശ ഇന്ന് ഞാൻ വേഗം കോളേജിലേക്ക് ഇറങ്ങി. കണ്ണൊക്കെ വിങ്ങി വീർത്തിട്ടുണ്ട്. ക്ലാസ്സിൽ ആരോടും പൂജാരിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കാനൊരു സുഖമാണ്. ഇപ്പം തോന്നുന്നു ഒന്നും പറയാത്തത് നന്നായി എന്ന്. പതിവിൽ നേരത്തെയാണ് ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഇറങ്ങിയത്. കാരണം വീട്ടിലാരെയും കാണേണ്ട എനിക്ക്. അതുകൊണ്ട് അവർ വരുന്നതിന് മുമ്പ് ചാടാന്ന് വിചാരിച്ചാണ് നേരത്തെ ഇറങ്ങിയത്. പിന്നെ പൂജാരിയെ ഫേസ് ചെയ്യാനും വയ്യ. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി പുറകിൽ നിന്ന് ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ പാതിയായി. കാലുകൾക്കൊക്കെ ഒടുക്കത്തെ ഭാരം. ബുള്ളറ്റിന്റെ തൊട്ടടുത്ത് വന്ന് നിറഞ്ഞിട്ടും ഞാൻ തല ഉയർത്തി നോക്കിയില്ല. എന്തെങ്കിലും ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല. എന്നെ കനപ്പിച്ചു നോക്കിയ ശേഷം അങ്ങേര് വന്ന പോലെ തിരിച്ചുപോയി. എൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ മണ്ണിനെ പോയി ചുംബിച്ചു. വൈകുന്നേരം വീട്ടിലെത്തിയതും ഞാൻ റൂമിൽ കയറി വാതിലടച്ചു. അത്രയും നേരം പിടിച്ചു നിർത്തിയ കരച്ചിലിനെ അഴിച്ചുവിട്ടു. പതിവില്ലാതെ കുട്ടൂസ് എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകളിൽ നിറയെ എന്നോടുള്ള സഹതാപമാണ്. ആ കണ്ണുകൾ പെയ്യാൻ വെമ്പി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവനെ ചേർത്ത് പിടിച്ചു. പിന്നെ ആർത്തലച്ച് പെയ്തു. കുറെ കരഞ്ഞു തീർത്തപ്പോൾ ഒരു ആശ്വാസം തോന്നി. പിന്നെ 2 ദിവസം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയി. പൂജാരിയൊന്നും കാണാറുണ്ടെങ്കിലും പുള്ളി എന്നോടൊന്നും മിണ്ടാറില്ല. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ചു പൊടി. ഇന്ന് വെള്ളിയാഴ്ച. ഇന്നും കൂടെ കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ക്ലാസ്സില്ല. അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. രാവിലെ തന്നെ കോളേജിൽ പോകാൻ റെഡിയായി താഴെ ചെന്നു. അപ്പോഴാണ് അമ്മയിന്ന് പോവണ്ടെന്ന് പറയുന്നത്. അതും കൂടെ കേട്ടപ്പോൾ എനിക്കാകെ ഭ്രാന്ത് പിടിച്ചു. കുറേ തള്ളികൂടി നോക്കിയെങ്കിലും അമ്മ തന്നെ വിജയിച്ചുള്ളൂ. കുറേ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ഞാൻ ചവിട്ടിതുള്ളി മുകളിലേക്ക് കയറിപ്പോയി റൂമിലിരുന്നു. പോവണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം കുട്ടൂസ് മുഖേനയാണ് ഞാൻ അറിയുന്നത്. ഇന്ന് തന്നെ ഏതോ കാലം പെണ്ണ് കാണാൻ വരുന്നു. എനിക്കിരുന്ന് കരയാനേ കഴിഞ്ഞുള്ളൂ. കുട്ടൂസ് കുറേ നേരം എന്നെ നോക്കിയിരുന്നു. പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഡ്രസ്സ് മാറ്റി നിൽക്കാൻ പറഞ്ഞെങ്കിലും ഞാൻ കേട്ടില്ല. പിന്നെ അമ്മ അമിതമായി നിർബന്ധിക്കാനും നിന്നില്ല. പുള്ളിക്കാരിക്ക് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ അമ്മ അച്ഛൻ്റെ നിഴലാണ്. ആ കാര്യത്തിൽ അമ്മയെ കുറ്റം പറയാനും പറ്റില്ല. അച്ഛനിങ്ങനെ ഒന്നിനും കടുംപിടുത്തം പിടിക്കാറില്ല. ഞങ്ങളുടെ ഇഷ്ടമായിരുന്നു അച്ഛൻ്റെയും. ആരോ താഴത്തു വന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ താഴേക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും കുട്ടൂസും അമ്മയെ വന്ന് നിർബന്ധിച്ചു. അച്ഛനെ നാണം കെടുത്തരുതെന്നും പറഞ്ഞു. കുട്ടൂസിനെ ഞാനൊന്ന് നോക്കി പേടിപ്പിച്ചു. ചെക്കന് എത്ര പെട്ടെന്നാ കാലുമാറിയത്. താഴേക്ക് ചെന്നെങ്കിലും ഞാൻ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് നിന്നത്. കൺകോണിലൂടെ മുന്നിലിരിക്കുന്നവരെ ഞാൻ കണ്ടു. ഒരു പ്രായമുള്ളയാളും 2 ചെറുപ്പക്കാരും. പക്ഷേ ഞാൻ മുഖമുയർത്തി നോക്കിയതേയില്ല. പെട്ടെന്ന് ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടതും എൻ്റെ കണ്ണുകൾ അറിയാതെ പുറത്തേക്ക് പാഞ്ഞു. അങ്ങേരൊന്ന് അകത്തേക്ക് പാളി നോക്കിയ ശേഷം ബുള്ളറ്റ് സൈഡാക്കി അകത്തേക്ക് കയറി. അങ്ങേരുടെ വരവ് കണ്ടപ്പോഴേ എൻ്റെ കാല് ഉറക്കാൻ തുടങ്ങി. വെടിക്കെട്ടിന് പടക്കം പൊട്ടുന്ന പോലെ നെഞ്ച് മിടിക്കാൻ തുടങ്ങി. ആർക്കാടാ എന്റെ പെണ്ണിനെ കിട്ടേണ്ടത്? ആശാന്റെ ചോദ്യം കേട്ടതും ഇനിയുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. പെണ്ണ് കാണാൻ വന്നവര് താനെ ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്ന കണ്ട് ഞാൻ ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായി.
ഇടയ്ക്ക് കുട്ടൂസിനെ നോക്കിയപ്പോൾ ആള് മോഹൻലാലിന്റെ മൂവിയാണെന്ന ത്രില്ലിൽ നിൽക്കുവാണ്. അമ്മ ഇനി എന്ത് എന്ന പേടിയിൽ നിൽക്കുന്നു. അമ്മയുടെ കണ്ണൊക്കെ ഇപ്പോൾ ഉന്തി താഴെ വീഴുമെന്ന് പറഞ്ഞിരിപ്പാണ്. അച്ഛനൊരു കൂസലുമില്ല. ഇങ്ങനെന്താ തിലകര് പഠിക്കുകയാണോ? പെണ്ണ് കാണാൻ വന്നവരൊക്കെ 1-2 ഇപ്പം ഇവിടെ സാധിക്കും. എങ്ങനെ പേടിക്കാണ്ടിരിക്കും? ഒരു പോലീസുകാരനല്ലേ മുന്നിൽ നിൽക്കുന്നു. നിന്നോടാ ചോദിച്ച്. പുള്ളി കലിപ്പിൽ തന്നെയാണ്. ഞാനല്ലേ ഏട്ടാ, അവൻ വിക്കി പറഞ്ഞു. ഓ, അപ്പൊ പിന്നെ നിനക്കായിരിക്കും കേട്ടേണ്ടത് അല്ലേ? പിന്നെ കൂടെയുള്ളവനോടായി ചോദ്യം. അയാൾ അച്ഛനെ ഒന്ന് കലിപ്പിച്ച് നോക്കിയ ശേഷം പുറത്തേക്ക് നടന്നു. കൂടെ മറ്റു 2 പേരും. അച്ഛൻ ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു നിൽക്കുന്നു. നേർക്ക് നേർ പൂജാരി. പക്ഷെ പൂജാരി പ്രശ്നത്തിനൊന്നും നിൽക്കാതെ കുട്ടൂസിനെ നോക്കിയെന്ന് കണ്ണിറുകി പുറത്തേക്ക് നടന്നു. ഞാൻ വിചാരിച്ചത് അങ്ങേരും എന്നെ വേണ്ടാന്ന് വെച്ചു എന്നാ. പക്ഷെ അങ്ങനെയല്ലെന്ന് ഓർത്തപ്പോൾ ഉള്ളിലൊരു മഞ്ഞ് വീണു. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയതേ ഓർമ്മയുള്ളൂ. മുഖം അടച്ചൊന്ന് കിട്ടി. ശിവനെ, ഇതേത് ജില്ല? അച്ഛൻ്റെ പ്രതിഷേധമായിരുന്നത്. എന്നാലും സാരമില്ല, കല്യാണം മുടങ്ങിയല്ലോ. വാലുപോലെ എൻ്റെ കൂടെ റൂമിലേക്ക് വന്ന കുട്ടൂസിന്റെ മുഖത്തൊരു വിജയഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പൂജാരി അങ്ങനെ അപ്രതീക്ഷിതമായി കയറി വന്നതല്ലാന്ന്. പാവം, ഈ ചെക്കനെ ഞാൻ എന്തോരം തല്ലിയിട്ടുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു. പിന്നെ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ശനിയും ഞായറും അങ്ങനെ അങ്ങ് പോയി. അച്ഛന് വലിയ മാറ്റമൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ കേൾക്കാൻ വേണ്ടി താഴേന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും എൻ്റെ ആഗ്രഹം നടക്കാൻ പോണില്ല എന്ന്. ഇടയ്ക്ക് അച്ചു വിളിച്ച് പുതിയ വിശേഷമൊക്കെ അന്വേഷിച്ചിരുന്നു. അവസാനം ഒക്കെ ശരിയാവും എന്നൊരു പാഴ്വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആ സംഭവത്തോടു കൂടി അച്ഛന് പൂജാരിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. കാരണം വീട്ടിൽ കയറി വന്നവരുടെ മുന്നിൽ അച്ഛന് ഒന്നുമല്ലാതായി പോയില്ലേ. വൈകുന്നേരം ക്ലാസ് വിട്ടിറങ്ങിയതും ആദ്യം കണ്ടത് സച്ചുവേട്ടനെയാണ്. മാമൻ്റെ മക്കളെ നടുക്കത്തെ കണ്ട. ഇങ്ങേരെന്താ ഇവിടെ? വായി നോക്കി വന്ന് നിൽക്കാൻ ചാൻസേ ഇല്ല. പെൺപിള്ളേരോട് പോയിട്ട് ചെറിയ മക്കളോട് പോലും ഒരു സ്നേഹത്തോടെ സംസാരിക്കുന്ന കൊഞ്ചിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്നെ കാണാൻ വരാൻ അത്രയും ചാൻസ് ഇല്ല. കാരണം ഞങ്ങൾ തമ്മിൽ വലിയ കമ്പനിയൊന്നുമില്ല. സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ 2 പേരും ഓപ്പോസിറ്റ് സൈഡുകാരായതുകൊണ്ട് കസിൻസൊക്കെ പറയും എന്നെ സച്ചുവേട്ടനെ കൊണ്ട് കെട്ടിക്കണമെന്ന്. കാരണം 24 മണിക്കൂറിന് ചെറവറ സംസാരിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് മാച്ച് സച്ചുവേട്ടനാണെന്നാണ് വെപ്പ്. 24 മണിക്കൂർ എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഉറക്കത്തിലും സംസാരിക്കുന്ന ടീമാണ്. പക്ഷെ സച്ചുവേട്ടനൊന്നും മൈൻഡാക്കാറില്ല. എന്നോടൊന്നല്ല, സച്ചുവേട്ടൻ ആരോടും വലിയ അടുപ്പമില്ല. പൊതുവേ ഒരു മിണ്ടാപൂശിയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞൊരു പാൽക്കുപ്പി. പക്ഷെ നന്നായിട്ട് പഠിക്കും കക്ഷി. ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അങ്ങേരെ എന്നെ നോക്കി ചിരിച്ചു. ഈശ്വര, ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. എന്നെ കാണാൻ തന്നെയാണ് വന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ചെവി കൂടെ പുക പോകാൻ തുടങ്ങി. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ വന്ന് വണ്ടി കയറുമെന്നാണ് പറഞ്ഞത്. ആദ്യമൊന്നും മടിച്ചെങ്കിലും സച്ചുവേട്ടനല്ലേ എന്ന് വെച്ച് ഞാൻ കയറി. നിന്റെ ഫോണ് തന്നേ. ഇങ്ങേരിക്കുന്നതിന് എൻ്റെ ഫോണ് പക്ഷേ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്തു കൊടുത്ത്. മോനെ. ആ എന്താമേ? നീ എവിടെയാടാ? എന്തേ? നമ്മുടെ ശാലിമോളെ കാണുന്നില്ല. അമ്മയുടെ വാക്കുകൾ കേട്ട് പൂജാരിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അവളോട് പോൻ? അറിയില്ല, അവളിതുവരെ വന്നില്ലടാ. ഇവിടെ എല്ലാരും തിരയുന്നുണ്ട്. പത്മയും മാധവേട്ടനൊക്കെ ആകെ സങ്കടത്തില്ല. നീ ഒന്ന് പെട്ടെന്ന് വന്നേ. ഇവളിത് എവിടെ പോയി? വല്ല കുരിക്കലും ചെന്ന് ചാടിയിട്ടുണ്ടാവും പെണ്ണ്. വിവരക്കേട് പിന്നെ കൂടെ പിറപ്പാണല്ലോ. എന്തായാലും പെട്ടെന്ന് വീട്ടിലെത്തണം, അല്ലെങ്കിൽ എന്നെ സംശയിക്കാനും ചാൻസ് ഉണ്ട്. പൂജാരി വേഗം വീട്ടിലേക്ക് പുറപ്പെട്ടു. സച്ചേട്ടാ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? പറയാം. ഇങ്ങേരിത് എന്തോന്ന്? ഇതന്നെയല്ലേ അരമണിക്കൂർ കൊണ്ട് പറയുന്നത്? ഇങ്ങേരുടെ ഏതോ ഒരു പിരിക കാര്യമായിട്ട് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ഇതെങ്ങോട്ടാണാവോ എന്നെയും കൊണ്ട് പോണത്? ഈശ്വര, ഇനി വീട്ടിൽ ആർക്കേലും ഇതൊക്കെ ഏത് വഴി? കുറെ നേരമായാലും ചുറ്റിവളഞ്ഞ് പോവാൻ തുടങ്ങിയിട്ട്. ഇനി വല്ല ഹിമാലയത്തിലോട്ടും ആണോ? പക്ഷെ വണ്ടി ചെന്ന് ഇന്ന് ഒരു 2 നില വീടിന്റെ മുമ്പിലാണ്. അടുത്തന്നെ ഒരു വീടും കൂടെ ഉണ്ട്. 2 വീടും കൂടെ ഒരു കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറെ വീടുകളൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ 50ഓളം സെന്റ് സ്ഥലത്തിൽ 2 വീട്. ആ ചെറിയ വീട് ഈ വീടിന്റെ ഔട്ട് ഹൗസ് ആവാനാണ് സാധ്യത. നമ്മളെന്താ ഇവിടെ? വാ പറയാം എന്നും പറഞ്ഞ് വാണം വിട്ട പോലെ ഒരു പോക്കാണ്. ഇങ്ങനെ ഞാനിന്ന് വെട്ടി പീസാക്കി കറി വെക്കും. എന്തായാലും കൂടെ പോന്നു, ഇനി ബാക്കി കൂടെ നോക്കാം എന്ന് വിചാരിച്ച് ഞാനും അങ്ങയുടെ കൂടെ ചെന്നു. പക്ഷേ മൂപ്പര് ഉസൈൻ ബോൾട്ടിന്റെ റെക്കോർഡ് ഇറക്കാനുള്ള ശ്രമത്തിലാണ്. കൂടെ പിടിച്ചിരിക്കാൻ ശരിക്കും വീർത്തു. അടുത്തുള്ള ഒരു ചെറിയ വീട്ടിലേക്കാണ് പോണത്. ഇവിടെ അടുത്തെങ്ങും ആരെയും കാണുന്നില്ല. എൻ്റെ ഉള്ളിൽ വെറുതെ ഒരു ഭയം നുരഞ്ഞു പൊന്തി. ഇങ്ങേരുടെ ഉദ്ദേശം ദുരുദ്ദേശമാണോന്നൊരു പേടി. പക്ഷേ കോളിംഗ് ബെല്ലടിക്കുന്ന കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. ആൾ താമസമുള്ള വീടാണ്. വാതിൽ തുറന്നപ്പോൾ മുന്നിലൊരു പുരുഷ കോകിലം. അതും കൂടെ കണ്ടപ്പോൾ നേരത്തെ വിശ്രമിക്കാൻ പോയ ഭയം ഉള്ളിൽ നിന്ന് തലവൊക്കി നോക്കി. ഞാൻ ഭയത്തോടെ നിന്ന് സച്ചുവേട്ടനെ നോക്കി. സച്ചുവേട്ടനെ കണ്ടപ്പോൾ പുരുഷ കോകിലത്തിന്റെ മുഖത്ത് ചിരി വിടർന്നു. പിന്നെ കൈ കൊടുക്കലും കെട്ടിപ്പിടിക്കലും കുശലം ചോദിക്കലും അങ്ങനെ ആകെ ബഹളം. പേടി കാരണം എൻ്റെ ഏതൊക്കെയോ കിളികൾ പറന്നുപോയ അവസ്ഥയാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനും മൂകസാക്ഷി ആയതേ ഉള്ളൂ. പുറത്തുകാർ രണ്ടുപേരും അകത്തോട്ട് വാ. ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുന്നത് കണ്ടിട്ടാണോ അങ്ങേര് എന്നെ നോക്കി പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. വാ. സച്ചുവേട്ടന്റെ ഘനഗംഭീരമായ ശബ്ദത്തിന് പിന്നാലെ നിലത്തുറഞ്ഞു പോയ എൻ്റെ കാലുകളെ ഒരുവിധം വലിച്ചെടുത്ത് ഞാൻ അകത്തു വെച്ചു. ഇതാണോ നീ പറഞ്ഞ കക്ഷി? എന്നെ നോക്കിയാണ് ചോദ്യം. ആ, സച്ചുവേട്ടൻ സോഫയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പം അങ്ങേരനെ നോക്കി വിളിച്ചു കാണിച്ചു. ഞാനും പിന്നെ അകത്തോട്ട് നോക്കി നീട്ടി വിളിച്ചു, ദേവി. ഇതെന്താ അമ്പലോ ദേവി വിളിക്കാൻ? വിളി കേട്ട് അകത്തുനിന്നൊരു കോമള സുന്ദരി പുറത്തോട്ട് വന്നു. ഇങ്ങേരുടെ വൈഫാവും. ഇപ്പോഴൊന്ന് സമാധാനമായത്. പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് നിപ്പാണ്. അങ്ങേര് ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പരിചയപ്പെടൽ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ചായ എടുക്കാന്ന് പറഞ്ഞ മൂപ്പത്തി അകത്തേക്ക് പോയി. ഇവർ രണ്ടുപേരാണെങ്കിൽ പൊരിഞ്ഞ സംസാരവും ഞാൻ പോസ്റ്റ്. കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് രണ്ടും കൂടി ഇരുന്ന് പറയുന്നത്. അതൊക്കെ കേട്ട് മടുത്തപ്പോൾ ഞാൻ മേലെ അടുക്കളയിലേക്ക് ചെന്നു. പുള്ളിക്കാരി ചായ ഉണ്ടാക്കാൻ തിരക്കിലാണ്. ഞാൻ ബാക്കിലുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ചുമ്മാ കുറേ ശബ്ദമൊക്കെ ഉണ്ടാക്കിയപ്പോൾ പുള്ളിക്കാരി തിരിഞ്ഞെന്ന് എന്നെ നോക്കി ചിരിച്ചു. പിന്നെ എന്നോട് ഓരോന്നൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാത്തിനും മറുപടി കൊടുത്തു. ചുമ്മാ മോശമില്ലെന്നോർത്ത് ഞാൻ ചായ ഉണ്ടാക്കുന്നതിൽ സഹായിക്കാനൊരു ശ്രമം നടത്തി. പുള്ളിക്കാരി കൃത്യസമയത്ത് തടഞ്ഞുകൊണ്ട് ഞാൻ നാണം കെടാതെ രക്ഷപ്പെട്ടു. ചായ കുടിച്ചു കഴിഞ്ഞതും എന്നെ അവിടെ നിർത്തി സച്ചുവേട്ടനയാളും കൂടെ എങ്ങോട്ടോ പോയി. ആ സമയം കൊണ്ട് ഞാനും ദേവി ചേച്ചി നല്ല കൂട്ടായി. അതായത് ദേവിക, നമ്മുടെ കോമള സുന്ദരി. പുള്ളിക്കാരി ഹസ്ബൻഡ് വിഷ്ണുവേട്ടനും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. വീട്ടുകാർക്കൊന്നും ഈ ബന്ധത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് രണ്ടും കൂടെ ഒളിച്ചോടി രജിസ്റ്റർ മാരേജ് ചെയ്തതാണ്. അതുകൊണ്ട് അവരിപ്പോൾ ഇവിടെ വാടക താമസിക്കുകയാണ്. വിഷ്ണുവേട്ടനും സച്ചുവേട്ടനും ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെയാണ് തമിഴ് പരിചയം. സച്ചുവേട്ടനെ കാണുന്നില്ലല്ലോ. ഇപ്പോൾ വരാമെന്നും പറഞ്ഞു പോയ കക്ഷിയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു വിവരമില്ല. എനിക്ക് എവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. കാരണം സച്ചുവേട്ടനൊന്നും തുറന്നു പറയുന്നില്ല. പിന്നെ ചായ കുടിക്കുന്നതിനിടയിൽ സച്ചുവേട്ടൻ ആർക്കെയോ വിളിക്കുന്നോ മാറിയെന്ന് സംസാരിക്കുന്നോ ഒക്കെ കണ്ടു. ഓരോന്ന് ആലോചിച്ചിരിക്കുന്നതിനിടയിൽ പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടു. ഞാൻ ചാടി പുറത്തിറങ്ങി. സച്ചുവേട്ടനാണ്. എന്നെ കണ്ടതും വാ പോവാം എന്ന് പറഞ്ഞു. ഞാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങി. ബൈക്കിൽ കയറിയിരുന്ന് വഴിയിലെത്തിയിട്ടും എങ്ങോട്ടാന്നോ ഇതെന്തിനാ അവിടെ വന്നതെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അറിയാൻ ആഗ്രഹമില്ലായിട്ടല്ല, ചോദിച്ചാലും പറയാൻ പോകുന്നില്ല. പുറത്തെത്തിയപ്പോഴാണ് നേരെ മിനിറ്റ് കാര്യം അറിയുന്നത്. പിന്നെ സച്ചുവേട്ടൻ്റെ കൂടെ ആയതുകൊണ്ട് പേടിക്കാനില്ല. പക്ഷേ വീട്ടിലൊന്ന് വിളിച്ച് പറയായിരുന്നു. അപ്പോഴാണ് ഓർമ്മ വന്ന് എൻ്റെ ഫോൺ സച്ചുവേട്ടൻ വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ചു തന്നിട്ടില്ല. സച്ചുവേട്ടൻ്റെ ഫോണ് ആ അതിന് വീട്ടിലെത്തിയിട്ട് തരാം. അല്ല അമ്മേനെ കാണാതെ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ പേടിക്കാനില്ല. ഞാൻ സമാധാനപരമായി പ്രകൃതിയെ കണ്ണു നട്ടിരുന്നു. ഇടയ്ക്ക് ചിന്തയിൽ പൂജാരിയും ദേവി ചേച്ചിയും കടന്നു വന്നു. പൂജാരിക്ക് ദേവി ചേച്ചിയെ പോലെ ഒരു പെണ്ണിനായിരുന്നു പ്രേമിക്കാൻ കിട്ടേണ്ടിയിരുന്നു. അല്ലാതെ എന്നെ പോലെ വഴിക്ക് വെച്ച് ഇട്ടേച്ച് പോകുന്നൊരു പേടിത്തുണ്ടി ആയിരുന്നില്ല കിട്ടേണ്ടത്. ഓരോന്ന് ആലോചിക്കുന്നതിൻ്റെ ഇടക്കാണ് സച്ചുവേട്ടൻ്റെ കോള് വന്ന്. വിളിച്ചത് മാമനാണെന്ന് സംസാരത്തിലൂടെ മനസ്സിലായി. അവർ തമ്മിൽ സംസാരിച്ച എന്നെക്കുറിച്ച്. കാരണം അവൾ എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വീടെത്തി. വീട് മുന്നിൽ ആൾക്കൂട്ടം കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. അച്ഛൻ എന്തോ കളഞ്ഞുപോയ ആരെയെപ്പോലെ ഉമ്മറപ്പടി തലക്ക് കൈ കൊടുത്ത് കുനിഞ്ഞിരിക്കുന്നുണ്ട്. അച്ഛൻ്റെ അരികെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിക്കും പോലെ അമ്മയും. അമ്മയുടെ കണ്ണൊക്കെ കരഞ്ഞ പോലെ വീർത്തി ഇടുങ്ങിയിട്ടുണ്ട്. മാമനും മാമിയും ഏട്ടന്മാരും അച്ഛനും അടുത്തുള്ള അയൽവാസികളും സുമാൻ്റിയും അങ്കിളും കുട്ടൂസും. എന്തിന് അടുത്തുള്ള പൂച്ചയും പട്ടിയും പാറ്റയും വരെ സ്ഥലത്ത് ഹാജരുണ്ട്. പക്ഷെ എന്നെ പേടിപ്പിച്ച ഇതൊന്നുമല്ല. തുള്ളൽ പനി പിടിച്ച പോലെ നിന്ന് വിറക്കുന്ന പൂജാരിയാണ്. എന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് നിൽപ്പാണ് ആശാൻ. മുഖവും മൂക്കും ചെവിയൊക്കെ ചുവന്ന് തക്കാളി പോലെ ആയിട്ടുണ്ട്. മുറ്റത്തെത്തിയതും പടക്കം പൊട്ടുന്ന പോലെ സൗണ്ട് കേട്ടതേ ഓർമ്മയുള്ളൂ. മുഖം മൊത്തം ഒരു തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ആരോ കരണം നോക്കി പുകച്ചതാണെന്ന് അബോധാവസ്ഥയിലും ഞാൻ ഊഹിച്ചു. അടിയുടെ സൗണ്ട് കേട്ടിട്ടാണ് തോന്നുന്നു എൻ്റെ സകല കിളികൾ ഇറങ്ങി ഓടി. മുഖത്തിൻ്റെ ഒരു ഭാഗം ഒരു ചെവിയും അവിടെ ഉണ്ടോയെന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ആകെപ്പാടെ മുഖത്തിൻ്റെ ഒരു ഭാഗം മൊത്തം ഒരു എരിച്ചിലും പുകച്ചിലും. കണ്ണൊന്നും തുറക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ പേടിയാ. ഇനിയെങ്ങാനും അതവിടെ ഇല്ലെങ്കിലോ? മേളിലെ കണ്ണൂർ നോക്കിയപ്പോൾ മനസ്സിലായി ഞാൻ ആരുടെയോ നെഞ്ചിലാണുള്ളത്. മുഖം അടർത്തി നോക്കാൻ പേടിയാവുന്നു. ഇവിടെ വിഷു കഴിഞ്ഞോ എന്ന് അറിയില്ലല്ലോ. നേരത്തെ കിട്ടിയ പോലെ ഒന്നുകൂടെ കിട്ടിയ 1-2 ഇവിടെ സാധിക്കും. ഞാൻ ആ അവസ്ഥയിലാണ് ഉള്ളത്. മേളിലെ മുഖമുയർത്തി നോക്കിയപ്പോൾ പൂജാരിയുടെ നെഞ്ചിലാണ് ഞാൻ കിടക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം ഇങ്ങനെയാണ് എന്നെ തല്ലിയത്. ഞാൻ ഒരുവിധ ഏന്തി പോലെ ഞാൻ തിരുമോന്തയിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചപ്പോൾ വേണ്ടേ പുള്ളിക്കാരൻ നിന്ന് കരയുന്നു. എന്തിന്? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഇങ്ങനെ വല്ല കഞ്ചാവ് അടിച്ചു കയറ്റിയോ? അല്ല പിന്നെ എൻ്റെ കരണ്ടടിച്ച് പോയിച്ചിട്ട് അങ്ങേര് നിന്ന് മോങ്ങുന്നു. ഞാനല്ലേ കരയേണ്ടത്? നോക്കുമ്പോൾ എല്ലാവരും കരയാണ്. ഈശ്വരി, ഇതിപ്പോൾ എനിക്ക് വട്ടായതാണോ അത് ഇവർക്ക് മൊത്തം വട്ടായതാണോ? ചുമ്മാ അച്ഛനെ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ അതേ ഇരിപ്പാണ്. ഇനി കാറ്റുപോയോ? എത്ര ആഴ്ചയോടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
മാമനെൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടപ്പോൾ ഞാനും ഞെട്ടി. പിന്നെ അടുത്തെത്തിയതും ഞാൻ 2 അടി പുറകോട്ട് മാറി നിന്നു. കാരണം എപ്പോഴാ അടി വീഴുക എന്ന് പറയാൻ പറ്റില്ലേ. പക്ഷേ മാമനെന്നെ തോളിലൂടെ കൈയിട്ട് മാറ്റി നിർത്തി. എന്നിട്ട് കുറേ നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിയതിന് ശേഷം സംസാരിച്ചു തുടങ്ങി. മോളെ, അച്ഛൻ വല്ലതും പറഞ്ഞൊന്നും വിചാരിച്ച് നീ കൊച്ചുകുട്ടികളുടെ സ്വഭാവം കാണിച്ചാലെങ്ങനെയാ? അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അച്ഛൻ വല്ലതും പറഞ്ഞെന്ന് വെച്ച് അത് മോളോടുള്ള സ്നേഹം കൂടുതലുണ്ടല്ലേ, അല്ലാതെ മക്കളുടെ ഇഷ്ടമല്ലേ അച്ഛനമ്മമാർക്ക് വലുത്. ഇപ്പൊ ചെയ്തതോ ചെയ്തു, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ അന്തിച്ച് നിന്നതേയുള്ളൂ. തോളിലൊരു കൈ പതിഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കി. അച്ഛനാണ്. ഇനി ഇങ്ങേരി തന്നെയുള്ള പുറപ്പാടാണ്. തല്ലാനാണോ ദൈവമേ? പക്ഷെ അച്ഛൻ വാത്സല്യത്തോടെ എന്നെ താടിയിൽ പിടിച്ചുയർത്തി. മോൾക്ക് അവന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായിരുന്നെങ്കിൽ അച്ഛനോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ പറയില്ലായിരുന്നു അച്ഛനോട്. ഇനി മോളയുടെ ആരോന്നിനും നിർബന്ധിക്കില്ല കേട്ടോ. നമുക്ക് അത് തന്നെ അങ്ങ് നടത്താം. പൂജാരിയെ നോക്കിക്കൊണ്ടാണ് അച്ഛൻ ആ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞിട്ട് എൻ്റെ സകല ഫ്യൂസുകളും കത്തിക്കരിഞ്ഞ് മണക്കാൻ തുടങ്ങി. എന്നെ ആരെങ്കിലും താങ്ങി പിടിക്കേണ്ട അവസ്ഥയായി. ഉള്ളിലുള്ള സകല ലവ് ബേഡ്സും ചിറകടിച്ചുയർന്ന് പറക്കാൻ തുടങ്ങി. ഞാൻ സച്ചുവേട്ടനെ നോക്കി. പുള്ളിക്കാരൻ ഒന്നുമില്ലാന്ന് എന്നെ കണ്ണടച്ച് കാണിച്ചു. ഞാനിനി വല്ല സ്വപ്നവും കാണുവാണോ ഈശ്വര? ഞാൻ പൂജാരിയെ നോക്കിയപ്പോൾ മുഖത്ത് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കലിപ്പ് മോഡ് ഓണായി. ഞാനിത് എന്തു പറ്റി? അമ്മക്കൂട്ടങ്ങളൊക്കെ ഇപ്പോഴും കരച്ചിലാണ്. ഇവർക്കൊക്കെ ഇതെന്തു പറ്റി ഈശ്വര? അയൽവാസികളൊക്കെ മൂക്കിന് കയ്യും വെച്ച് നിൽക്കുന്നുണ്ട്. ഇതുങ്ങളുടെയൊക്കെ ആരെങ്കിലും പടായോ? ആരാ ചത്തത്? എപ്പോഴാ ശവെടുക്കുന്നത്? അച്ഛൻ മെല്ലെ എന്നെയും കൂട്ടി അച്ഛൻ്റെ അടുക്കിലേക്ക് നടന്നു. നീ ഇങ്ങനെ ഇരിക്കാതെ, അവൾക്കൊന്നും പറ്റിയില്ലല്ലോ. അച്ഛനെ നോക്കി പറഞ്ഞു. പക്ഷെ അച്ഛനതേ ഇരിപ്പാണ്. കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ മെല്ലെ അച്ഛൻ്റെ അടുത്തായിരുന്നു. പിന്നെ മെല്ലെ ആ തോളിൽ തൊട്ടതും അച്ഛൻ എന്നെ വാരിപ്പുണർന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. അമ്മയുടെ കരച്ചിൽ ഉച്ചത്തിലായി. എനിക്കും സങ്കടം വന്നു. എൻ്റെ കണ്ണുകളും പെയ്യാൻ തുടങ്ങി. കുറേ നേരം ആ ഇരിപ്പിരുന്നു. പിന്നെ എന്നെ അടർത്തി മാറ്റി അച്ഛൻ എൻ്റെ നെറുകയിൽ മുകർന്നു. എന്നിട്ട് ദൂരെ മാറി നിൽക്കുന്ന പൂജാരി കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കൈ പിടിച്ച് ആ കയ്യിൽ കൊടുത്തു. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. അവിടെയുള്ള എല്ലാ മുഖങ്ങളിലും എനിക്ക് ആ സന്തോഷം കാണാൻ കഴിഞ്ഞു. പൂജാരിയുടെ മുഖം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നോട് വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. അങ്ങേരെ കൈയുടെ എൻ്റെ കൈ അമർത്തി പിടിച്ച് ഞെരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പാടുപെട്ട് എൻ്റെ കൈ മെല്ലെ അങ്ങേരുടെ കൈപ്പിടിയിൽ നിന്ന് ഊരിയെടുത്തു. അമ്മ വന്ന് എന്നെ ചേർത്ത് പിടിച്ച് സമ്മതം അറിയിച്ചു. ഞാൻ ആൻറ്റിയെ നോക്കിയപ്പോൾ ആ കണ്ണിലൊരു നീർത്തിളക്കം ഞാൻ കണ്ടു. പക്ഷേ അത് സന്തോഷം കൊണ്ടാണെന്ന് എനിക്കറിയാം. ആൻറ്റി എൻ്റെ അടുത്ത് വന്ന് എന്നെ ചേർത്ത് പിടിച്ചു. പൂജാരിയുടെ നേരെ പാഞ്ഞു ചെന്ന് നിന്ന് എൻ്റെ കണ്ണുകളിൽ കുളിരി കോരി. എന്നത്തെയും പോലെയല്ല, ഇന്ന് അങ്ങേരെ നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ. ഹൃദയം വല്ലാതെ തുടികൊട്ടുന്നു. ആ മിഴികളിലേക്ക് എൻ്റെ മിഴികൾ ആഴ്ന്നിറങ്ങുമ്പോൾ എൻ്റെ ഹൃദയമെല്ലാം മന്ത്രിച്ചു. നിന്നിലേക്കുള്ളതായിരുന്നു ഇന്നോളം എനിക്ക് തെറ്റിയ വഴികൾ അത്രയും. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഒരു കാര്യം, കാലം പോയൊരു പോക്കേ. പണ്ടെങ്ങാനാണെങ്കിൽ കുറെ കരഞ്ഞിടന്ന് പിന്നെ വേറൊരു തരം കെട്ടിക്കോളും, അല്ലെങ്കിൽ ഒളിച്ചോടും. ഇവിടെ ഇതൊന്നും ചെയ്യാതെ ചാവാൻ പോയേക്കുന്നു. കൃത്യസമയത്ത് ആ പയ്യൻ കണ്ടുകൊണ്ടൊന്നും പറ്റിയില്ല. അല്ലായിരുന്നെങ്കിലോ ട്രെയിനൊക്കെ കയറിയിറങ്ങിയ പിന്നെ വാരിയെടുക്കാൻ കൂടെ ഒന്നും കാണത്തില്ല. അതിനെക്കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നില്ലല്ലോ. പറയണതൊക്കെ വാങ്ങിച്ചു കൊടുത്തുള്ള അവസ്ഥയായത്. പിന്നെ എന്തെങ്കിലും കിട്ടിയില്ലേ ഇതുപോലെയൊക്കെ കാണിച്ചെന്നിരിക്കും. അയൽവാസികൾ അടക്കം പറയുന്ന കേട്ട് ഞാൻ പകച്ചുപോയി. ഞാൻ സച്ചുവേട്ടനെ നോക്കിയപ്പോൾ അച്ചു അങ്ങേരും കൂടെ തലകുത്തി നിന്ന് ചിരിക്കുന്നു. എനിക്ക് ട്രെയിനിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ തലകറങ്ങും. പാറ്റിയെ പേടിയുള്ള ഞാനാ ചാവാൻ പോകുന്നു. അതും പണ്ടെങ്ങാണ്ട് 3 ചക്രമുള്ള സൈക്കിൾ തട്ടിയതിന് കരഞ്ഞു വിളിച്ച് ബോധം പോയ ഈ ഞാൻ. പൂജാരി തല്ലിയതിനുള്ള കാരണം ഇപ്പോഴാണ് എനിക്ക് കത്തിയത്. ഇങ്ങനെ എന്തും മണ്ടന. ഒന്നില്ലെങ്കിൽ ഇയാളൊരു പോലീസുകാരനല്ലേ? വെറുതെ അല്ല ഇവർക്കൊക്കെ ഇത്രയും സ്നേഹം. ഈ ആത്മഹത്യാ ഭീഷണിക്കൊക്കെ ഇത്രയും വിലയുണ്ടായിരുന്നോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചു നേരത്തെ പയറ്റി നോക്കായിരുന്നു. ഓരോരുത്തരായിട്ട് വന്ന പോലെ തിരിച്ചുപോയി. പോകാൻ നേരം ഞാൻ സച്ചുവിനെ കൂർപ്പിച്ച് നോക്കിയപ്പോൾ അച്ചുവിനെ ചൂണ്ടി. ഞാനല്ല, ഒക്കെ ഇവനാണെന്ന് കൈ കാണിച്ചു. കുളിക്കാൻ ബാത്റൂമിൽ കയറി ഷവറിന്റെ ചോട്ടിൽ നിന്നപ്പോൾ മുഖമൊക്കെ ഒന്ന് തണുത്തു. പക്ഷെ ഇപ്പോഴും നല്ല വേദനയുണ്ട്. എന്തൊരടിയാ പഹയൻ അടിച്ചത്. ഇങ്ങയുടെ കൂടെ ജീവിക്കാനാണല്ലോ ഞാൻ ഈ കണ്ട അഭ്യാസമൊക്കെ കാണിച്ചെന്ന് ആലോചിക്കുമ്പോഴാ ഒരു ഉൾഭയം. ഇനിയുള്ള കാലം അടി കൊണ്ട് ജീവിക്കേണ്ടി വരുമോ ഈശ്വര? ഇതിപ്പോ വടി കൊടുത്ത് അടിമേടിച്ച പോലെ ആവോ? കുളിച്ചു കഴിഞ്ഞ് ഞാൻ താഴേക്ക് ചെന്നു. വല്ലതും കഴിക്കണം. 4-5 ദിവസത്തെ വിശപ്പുണ്ട്. ഞാനൊഴികെ ബാക്കിയെല്ലാവരും ആർക്കോ വേണ്ടി കഴിക്കുന്ന പോലെയാണ് ഇരുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ എനിക്കൊരു എതിരാളി ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പൊന്നുമില്ലെങ്കിലും ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു.
കാരണം 4 ദിവസം മര്യാദയ്ക്ക് തിന്നാതിരുന്ന പലിശ സഹിതം വീട്ടണല്ലോ. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. കാരണം ആ ഇടിയനായിട്ട് പിടിച്ചിരിക്കണ്ടേ. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൊണ്ടു നിൽക്കാനുള്ള ആരോഗ്യങ്ങളും വേണ്ടേ. അങ്ങനെ ഭക്ഷണമായിട്ട് ഒരു ഗുസ്തി നടത്തിയതിനു ശേഷം ഞാൻ ക്ഷീണം തീർക്കാൻ വേണ്ടി മുകളിലോട്ട് കയറി. അല്ലെങ്കിലും അധിക നേരം താഴെ നിൽക്കുന്നത് സേഫ് അല്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പെടും. പൂജാരി വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ വിളിച്ചില്ല. അങ്ങോട്ട് കയറി വിളിക്കേണ്ടെന്ന് ഞാനും കരുതി. കാരണം ഫോണിൽ സംസാരിച്ചാൽ ഉള്ളോടൊക്കെ കൂടുകയുള്ളൂ. അതുകൊണ്ട് നേരിട്ട് കണ്ട് മയക്കി എടുക്കാം. അച്ചു വിളിച്ചിരുന്നു. വേറെ വഴിയില്ലാന്ന് തോന്നിയപ്പോൾ അവനൊപ്പിച്ച പണിയാണത്. സച്ചുവേട്ടൻ പറഞ്ഞ എല്ലാവരും വിശ്വസിക്കുന്നുള്ളതുകൊണ്ട് സച്ചുവേട്ടനെ ചാക്കിലാക്കി. രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ കോളേജിലേക്ക് പോകാൻ റെഡിയായി. കോളേജിലേക്കെന്ന് പറഞ്ഞാൽ നേരത്തെ ഇറങ്ങാൻ നേരം പതിവില്ലാതെ അമ്മ മുറ്റത്ത് വന്നിരുന്നു. വൈകുന്നേരം വേഗം വന്നേക്കാൻ ഓർമ്മിപ്പിച്ചു. ഇതൊന്നും പതിവുള്ളതല്ല. ഇന്നലത്തെ സംഭവം ശരിക്കും ഏറ്റിട്ടുണ്ട്. പാവം. അമ്മ അകത്തേക്ക് കയറി പോയപ്പോൾ ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഓടി. ആൻറ്റി അടുക്കളയിലാണ്. അങ്കിൾ എണീറ്റിട്ടില്ല. കുറച്ചേരം ആൻറ്റിയുടെ അടുത്ത് ചുറ്റിപ്പറ്റുന്നതിന് ശേഷം ഞാൻ ബാഗ് താഴെ സോഫയിൽ വെച്ച് നൈസായിട്ട് മുകളിലേക്ക് കയറി. ഞാൻ ചെന്നപ്പോൾ പൂജാരി ഡ്രസ്സ് ചെയ്യുകയാണ്. ഞാൻ വന്നതറിഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യാതെ മൂപ്പര് ബട്ടൺസ് ഇടുവാണ്. ഇങ്ങനെ എന്താ നിന്റെ വല്ല മത്സരത്തിനും പോകുന്നുണ്ടോ? പിന്നെ ഒന്നും നോക്കിയില്ല. പുറകിലൂടെ ചെന്ന് അങ്ങേരെ കെട്ടിപ്പിടിച്ച് നിന്ന്. ഇപ്പൊ മുന്നോട്ട് എന്നാൽ ആശാൻ അവസരം മുതലെടുക്കും. അതുകൊണ്ട് പിടിവിട്ട് പോകാതിരിക്കാൻ ഞാൻ മാക്സിമം അങ്ങനെ വരിഞ്ഞു മുറുക്കി പിടിച്ചു. ഇവിടെ നിന്ന് ചിനുങ്ങാൻ നീ വേഗം ഇറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ നിന്റെ ട്രെയിൻ മിസ്സാവും. പിന്നെ അടുത്ത ട്രെയിൻ വരാൻ ലേറ്റാവും. അതുവരെ നീ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചാവാൻ വേണ്ടി. ഇപ്പൊ ചെന്നാൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ കാര്യം നടക്കും. എന്തിനാ വെറുതെ വെച്ച് കിട്ടുന്നു? അത് കേട്ടപ്പോൾ ഞാൻ മെല്ലെ കൈവിട്ടു. എന്നിട്ട് അങ്ങയുടെ മുമ്പിൽ കയറി നിന്നു. ആശാൻ ഒരു ലോഡ് പുച്ഛം വാരി വിതറിയിട്ടുണ്ട്, മുഖത്തും വാക്കുകളിലും. അപ്പൊ ആശാന് ദേഷ്യമില്ല, പകരം സങ്കടമാണ്. ഇത് നല്ല ചാൻസാണ്. പിന്നെ വെച്ച് കിട്ടിയില്ല. ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. പൂജാരിയുടെ മുഴുവൻ കിളികളും കൂടും കുടുക്കയും എടുത്ത് ചില്ല വിട്ടു. ഇങ്ങേരിപ്പം താഴെ പോയി. ഈശ്വര, ഓ എന്നാലും എൻ്റെ മനുഷ്യ, നിങ്ങൾ എന്നെ എന്തടി അടിച്ച്? കയ്യിൽ നിന്ന് പോകുന്നായപ്പോ ഞാൻ വിഷയം മാറ്റി. ഞാൻ കാഞ്ഞു പോവായിരുന്നല്ലോ. ആശാൻ അതിലൊന്നും തിരിച്ചു പറഞ്ഞില്ല, പകരം ഒന്ന് ഇളിച്ചു കാണിച്ചെന്ന്. ഞാൻ കുറച്ച് വെയിറ്റ് ഇട്ട് നിന്നു. അതറിയിക്കാൻ വേണ്ടി പുച്ഛത്തോടെ മുഖം കൂട്ടി കാണിച്ചു. അതിന് മറുപടി എന്നാണ് പുള്ളി എന്നോട് അടുത്ത് നിന്ന് എന്നെ വരിഞ്ഞു മുറുക്കി. നിനക്ക് വേദനിച്ചോടി? ഇല്ല, ഇക്കിളിയായി. സോറി, ഞാൻ വിചാരിച്ചു നീ ഞാൻ വിളിച്ചിട്ട് ഇറങ്ങി വരാത്ത നീ എനിക്ക് വേണ്ടി ചാവാൻ പോയിന്ന് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി. കുറച്ചു നേരം ആ കണ്ണിലേക്ക് നോക്കി. അങ്ങനെ നിന്നു. പിന്നെ പോവാൻ റെഡിയായി. എന്നാ ഞാൻ പോയി. ആൻറ്റി തിരക്കും. അങ്ങനെ അങ്ങ് പോയാലോ? തരാനുള്ളതൊക്കെ തന്നിട്ട് പോയിക്കോ. എന്ത്? അറിയില്ലേ? ഞാനില്ലാന്ന് മുഖമനക്കി കാണിച്ചു. എന്നാ കണ്ട് പഠിച്ചോ കേട്ടോ എന്നും പറഞ്ഞ് അങ്ങേരെന്നെ ഇടുപ്പിലൂടെ കൈയിട്ട് നെഞ്ചോട് ചേർത്തു. പൂജാരിയുടെ മുഖം എന്നിലേക്ക് അടുക്കുന്തോറും ഞാൻ അകലാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ പൂജാരിയിലേക്ക് കൂടുതൽ അമർന്നു. പൂജാരിയുടെ കണ്ണുകളിലെ കാന്തികത നേരിടാനാവാതെ എൻ്റെ മിഴികൾ അടഞ്ഞുപോയി. എൻ്റെ കവിളിൽ പൂജാരിയുടെ ചുണ്ടുകൾ അമർന്ന നിമിഷം പെരുവിരലിൽ നിന്നൊരു മിന്നൽ പിണർ പാഞ്ഞു ചെന്ന് എൻ്റെ ഉച്ചിയിൽ സ്ഥാനം പിടിച്ചു. ഈശ്വര, ഷോക്കടിച്ച് പണി തീരൂ. മെല്ലെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അങ്ങേര് എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. എനിക്ക് നാണം വന്നു. അങ്ങേർക്ക് മുഖം കൊടുക്കാതെ ഞാൻ ആ നെഞ്ചിലേക്ക് തലചായ്ച്ചു. അയ്യോ, കുറേ സമയം അവളോട് കയറിപ്പോന്നിട്ട് ആൻറ്റി എന്ത് വിചാരിക്കും? അല്ലെങ്കിലും പൂജാരിയുടെ അടുത്ത് നിൽക്കുമ്പോൾ സമയം പോണത് അറിയൂല. ഞാൻ പെട്ടെന്ന് പൂജാരിയിൽ നടന്നു മാറി. പോട്ടെ, ആൻറ്റി തിരക്കും. പിന്നെ വരാം. പിന്നെ അവിടെ ഇവിടെ തിരിഞ്ഞളിക്കാൻ പെട്ടെന്ന് വീട്ടിൽ കയറിക്കണം കേട്ടോ. ഞാനൊന്ന് വിളിച്ചു കൊടുത്തു. പിന്നെ ബൈ പറഞ്ഞ് പെട്ടെന്ന് താഴേക്ക് ചെന്നു. ആൻറ്റി താഴെ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വിളിക്കാനും നിന്നില്ല. ആൻറ്റി ചോദിച്ചാലോ ഇത്രയും നേരം അവിടെ എന്തായിരുന്നു പരിപാടിയെന്ന്. അതുകൊണ്ട് ഞാൻ ബാഗ് എടുത്ത് പെട്ടെന്ന് സ്കൂട്ടായി. വർഷവും മാസവും ഒരുപാടങ്ങ് പോവാനും ഞങ്ങൾ നിന്നില്ല. അച്ഛൻ്റെ മനസ്സ് എപ്പോഴാ മാറി മറിയാന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ആ ഷോക്കിൻ്റെ എഫക്റ്റ് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നിശ്ചയങ്ങൾ നടത്തി. നിശ്ചയം കഴിഞ്ഞാലും കല്യാണം മുടങ്ങാൻ പ്രയാസമൊന്നുമില്ലെന്നുള്ളതുകൊണ്ട് കല്യാണം വെച്ച് നീട്ടിയില്ല. പൂജാരിയുടെ കുടുംബത്തിൽ ആർക്കൊക്കെ മുറിവുറുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൻറ്റിക്കും അങ്കിളിനും അതൊരു വിഷയമായിരുന്നില്ല. വേണ്ടവർ കൂടിയാൽ മതി കല്യാണത്തിൽ എന്ന മൈൻഡായിരുന്നു അവർക്ക്. അങ്ങനെ കല്യാണം കഴിഞ്ഞാലും എന്നെ പഠിപ്പിച്ചോളാം എന്ന പൂജാരിയുടെ ഉറപ്പിന്മേൽ എല്ലാവരും കൂടി എന്നെ പിടിച്ച് പൂജാരി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നാണ് ആ സുദിനം. സംഭവം ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല ഈ കല്യാണം എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഭാവനയിൽ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കുറേ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ ചുന്ദരിയായിട്ട് വിലസി നടക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ അത്ര മനോഹരമായിരുന്നില്ല ഒന്നും. പോകുന്നത് പൂജാരിയുടെ ആൻറ്റിയുടെ ഒക്കെ അടുത്തോട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2-3 ദിവസമായിട്ട് ഈ ആളും ബഹളം കാരണം ഒരു സൗകര്യമല്ല.
സാധാരണഗതിയിൽ ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ചുമ്മാ കസിൻസിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് നിന്നിടത്ത് നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ കുറേ അമ്മായിമാരെ നടക്കും ഒറ്റയ്ക്ക്. എൻ്റെ പ്രായമുള്ളവരൊക്കെ വേറൊരു ഗ്യാങ്ങാണ്. അവർ ഈ വഴിക്ക് വരുന്നില്ല. കാരണം ഇവരുടെ കൈ കിട്ടിയ ഇതുങ്ങളൊക്കെ കൂടെ അവറ്റകൾ അരച്ച് കലക്കി കുടിക്കുന്നവർക്കറിയാം. ഇതൊന്നും പോരാഞ്ഞ് ഓരോരുത്തരുടെ ഉപദേശം കൂടെ. അവരുടെയൊക്കെ ആർക്കൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന കുറേ ട്രാജഡി സ്റ്റോറീസും വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചുള്ള മൂഡ് കളയാനായിട്ട്. എൻ്റെ ആൻറ്റിയും പൂജാരിയും ഇവർ പറയുന്ന പോലുള്ള ആൾക്കാരൊന്നുമല്ല. എപ്പോഴും കൂടെ ആളായതുകൊണ്ട് പൂജാരിയൊന്നും വിളിക്കാൻ പറ്റുന്നില്ല. കണ്ടിട്ട് 3 ദിവസമായി. ഞാൻ ഇന്നേവരെ 3 ദിവസമൊന്നും പൂജാരി വിട്ട് നിന്നിട്ടില്ല. ആ സങ്കടമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉറക്ക ക്ഷീണം. 3 ദിവസമായി മനുഷ്യൻ ഒന്ന് ഉറങ്ങിയിട്ട്. ആദ്യത്തെ ദിവസം കസിൻസുമായിട്ട് സംസാരിച്ചിരുന്ന് ഉറങ്ങാൻ ചെന്നപ്പോഴേക്കും നേരം വെളുത്തു. പിന്നെ മിനിഞ്ഞാന്ന് മൈലാഞ്ചിരിലായിരുന്നു. ഇരുന്നിരുന്ന് മനുഷ്യൻ്റെ നടു ഒടിഞ്ഞു. മര്യാദക്ക് ഉറങ്ങാനോ തിന്നാനോ എന്തിന് പുറം ചൊറിയാൻ പോലും പറ്റാത്ത അവസ്ഥ. മൈലാഞ്ചിരാൻ കാത്തിരിക്കുകയായിരുന്നു ചൊറിയാൻ തുടങ്ങാൻ. കൂടെ എന്നുമില്ലാത്തൊരു മുള്ളാമുട്ടലും. ആ കയ്യും കാലും വെച്ചൊരു ഉറക്ക റിസ്ക് ആയതുകൊണ്ട് അന്നും ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ പാർട്ടി കഴിയാൻ കുറേ സമയമെടുത്തു. അത് കഴിഞ്ഞ് ഉറങ്ങാൻ ചെന്നെങ്കിലും ഇന്നത്തെ അവസ്ഥ ആലോചിച്ചൊരുപോലെ കണ്ണടക്കാൻ പറ്റിയില്ല. രാവിലെ തന്നെ എണീറ്റ് കുളിക്കാൻ ചെന്നപ്പോൾ അമ്മ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തന്ന് കുളിക്കാൻ. നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചപ്പോൾ ഒരു ഉഷാറൊക്കെ തോന്നി. പിന്നെ എല്ലാവരും കൂടി എന്നെ ഒരുക്കാൻ തുടങ്ങി. ഇന്നലത്തോടു കൂടി ഒരുങ്ങി നിൽക്കാനുള്ള എൻ്റെ പൂതി തീർന്നു. വലിയ ഡ്രസ്സ് ഒരു ലോഡ് പുട്ടിയും എന്നെക്കാളും വെയിറ്റുള്ള ഓർണമെന്റ്സും ഒക്കെ ഇട്ടുകൊണ്ടുള്ള നിപ്പ്. എൻ്റെ അമ്മോ, ഇതൊക്കെ സഹിക്കാം. ഓരോരുത്തരുടെ ചൂടുന്നുള്ള നോട്ടും അടക്കം പറച്ചിലും കാരണം അനങ്ങാനും തിരിയാനും വയ്യാത്ത അവസ്ഥയാണ്. പണ്ട് കല്യാണ പെണ്ണിനെ കാണുമ്പോൾ എല്ലാവരും അവരെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാണുമ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നു അതൊക്കെ. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇന്നലെ രാവിലെ അങ്ങാണ്ട് തുടങ്ങിയതാ ഇളിച്ചോണ്ട് നിൽക്കാൻ. ചിരിച്ച് ചിരിച്ച് ചുണ്ടിൻ്റെ 2 സൈഡും കീറിപ്പോവാനായിട്ടുണ്ട്. ഒരുവിധം ഒരുങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇന്നലത്തെ പോലെ തന്നെ ഓരോരുത്തർ വരാനും സെൽഫി എടുക്കാനും കുശലം പറയാനൊക്കെ തുടങ്ങി. അവസാനം താലി കെട്ടാൻ പൂജാരിയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇതോടുകൂടി തീരെയുള്ള ഈ കോപ്രായങ്ങൾ. പൂജാരി എൻ്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്ന കരുതിയതല്ല. ഒരുപാട് രാത്രി ഉറക്കം കളഞ്ഞ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. അറിയാതെയാണെങ്കിലും പലരെയും സങ്കടപ്പെടുത്തേണ്ടി വന്നതിൽ ഞാൻ മനസ്സായ എല്ലാവരോടും ക്ഷമ ചോദിച്ചു. കൂടെ ഞങ്ങളെ ഒന്നിക്കാൻ സഹായിച്ചവരോട് നന്ദി. ഭക്ഷണം കഴിഞ്ഞ് പൂജാരിയുടെ കൈ പിടിച്ച് ആ വീട്ടിലേക്ക് കയറിയപ്പോൾ അപരിചിതത്വമൊന്നും തോന്നിയില്ല. പക്ഷേ ഇതുവരെ തോന്നാത്തൊരു സന്തോഷം തോന്നി. ഇപ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞൊരു ഫീലുണ്ടായത്. നിറച്ചിരിയോടെ തന്നെ ആൻറ്റിയും മംഗളും എന്നെ സ്വീകരിച്ചു. ഇവിടെ അവസ്ഥ ഒന്ന് തന്നെ. ചുഴിഞ്ഞുള്ള നോട്ടവും കുറ്റവും കുറവും കണ്ടുപിടിക്കലും കൂടെ ഓരോ മാലയും വളയും തൊട്ടു നോക്കി അതെത്ര ഇതെത്ര എന്നുള്ള ചോദ്യം. എനിക്ക് നഷ്ടബോധം തോന്നി. ആ ബില്ലിങ് എടുത്താൽ മതിയായിരുന്നു. ഈ ബോർഡിൽ നിന്ന് കരകയറ ഇവിടെ എനിക്ക് കൂട്ടിന് പപ്പിയും സ്നേഹമുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് പിന്നെ കുറേ ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് കാര്യങ്ങളും കൊഴുത്തു. രാത്രിയിലെ ഫംഗ്ഷനും കൂടെ കഴിഞ്ഞാണൊന്ന് ഫ്രീ ആയത്. സ്നേഹയും പപ്പിയും കൂടെ സാരിയും മറ്റും കഴിക്കാൻ എന്നെ സഹായിച്ചു. അതൊക്കെ അഴിച്ചു കളഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത്. എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം അച്ഛനും അമ്മയും കുട്ടൂസും വന്നിരുന്നു. അപ്പോഴേക്ക് ഞാൻ കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ ഒരു സെറ്റ് മുണ്ടിലാണ് ഉള്ളത്. കുറേ വൈകിയാണെങ്കിലും ഇന്ന് തന്നെ സ്നേഹൊഴികെ ബാക്കി എല്ലാവരും അവരവരുടെ വീട് പിടിച്ചുകൊണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ പഴയതുപോലെയായി. ഞാൻ പണ്ടത്തെ പോലെ എൻ്റെ വീട്ടിൽ നിന്ന് ആൻറ്റിയുടെ വീട്ടിൽ വന്നൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ. അച്ഛനും അങ്കിളും മുടിഞ്ഞ സംസാരത്തിലാണ്. അമ്മ എന്നെ തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ട്. കൂടെ ആൻറ്റിയുമായി സംസാരിക്കുന്നുമുണ്ട്. വിഷയം ഞാൻ തന്നെയാണ്. കുട്ടൂസും പൂജാരിയും കൂടെ വെടി പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ കുട്ടൂസും പൂജാരിയും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. അവസാനം അവർ യാത്ര പറഞ്ഞു പോയി. പൂജാരി ഫ്രഷ് ആവാൻ വേണ്ടി മുകളിലേക്കും പോയി. ഞാനും സ്നേഹി ഓരോന്ന് പറഞ്ഞ് താഴെ സോഫയിലിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അമ്മ കയ്യിലൊരു പാത്രം നിറയെ ഫ്രൂട്ട്സും മറുകൈയിലൊരു ഗ്ലാസ് പാലും തന്ന് മുകളിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ കയറി ചെന്നപ്പോഴും പൂജാരി കുളി കഴിഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനതൊക്കെ അവിടെ വെച്ച് ആശാനെയും കാത്തിരുന്നു. കുളി കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂജാരി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ പാൽ കുടിക്കാത്തതുകൊണ്ട് പാല് മുഴുവൻ അങ്ങേര് തന്നെ കുടിച്ചു. എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മെല്ലെ തലതാഴ്ത്തിയിരുന്നു. അനക്കമൊന്നും കേൾക്കാത്ത കണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ മുഖം ചരിച്ചൊന്ന് നോക്കി. അപ്പോഴും ആ കണ്ണുകൾ എന്നിൽ തന്നെ ആയിരുന്നു. ആ മൗനത്തിന് പോലും എനിക്ക് മധുരം അനുഭവപ്പെട്ടു. പൂജാരിയുടെ നോട്ടം താങ്ങാനാവാതെ ഞാൻ എൻ്റെ മുഖം മെല്ലെ പൂജാരിയുടെ നെഞ്ചിലേക്ക് ആഴ്ത്തി. പതിയെ പൂജാരി എന്നെ അടർത്തി മാറ്റി എൻ്റെ മുഖം ആ കൈക്കുമ്പിളിൽ കോരിയെടുത്തു. ആ കണ്ണുകളിൽ പ്രണയം തുടിച്ചു നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ചുണ്ടുകളെ സ്വന്തമാക്കിക്കൊണ്ട് ആ പ്രണയം പൂജാരി എനിക്ക് സമ്മാനിച്ചു. പൂജാരിക്കുന്ന അത്യാവശ്യമായിട്ട് സ്റ്റേഷനിൽ പോകേണ്ടതുകൊണ്ട് വിരുന്ന് പോകൊക്കെ തൽക്കാലം ഞങ്ങൾ വേറെ ദിവസത്തേക്ക് മാറ്റിവെച്ചു. എല്ലാവർക്കും രുചിയോടെ ഭക്ഷണം കൊടുക്കണമെന്ന് ആൻറ്റിക്ക് അമ്മക്ക് നിർബന്ധമുള്ളതുകൊണ്ട് എന്നോട് അടുക്കളയുടെ നിഴലിൽ പോലും ചവിട്ടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പൂജാരിയുടെ യൂണിഫോം അയൺ ചെയ്യുന്ന ജോലി ഞാൻ ഏറ്റെടുത്ത്. ഇടയ്ക്ക് വെച്ചൊരു മൂത്രശങ്ക തോന്നിയുകൊണ്ട് ഞാനൊന്ന് ബാത്റൂമിൽ കയറി ഇറങ്ങാൻ തീരുമാനിച്ചു. ഇറങ്ങി വന്നപ്പോൾ പൂജാരി വെളിച്ചപ്പാണ്ട് പഠിക്കുന്നു.
ഒരു കരിഞ്ഞ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ച് കയറിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. എന്നാ പിന്നെ ശരി, ഞങ്ങൾ 4 റൗണ്ട് ഓടിയച്ചും വരാം.